ഹായ്, KEI ഇൻഡസ്ട്രീസിന്റെ റിസൾട്ട് വന്നിട്ടുണ്ട്. Q3 റിസൾട്ട് വന്ന് കേബിൾ ആൻഡ് വയർ സെക്ടർ എന്നുള്ള കമ്പനിയാണ്. നമ്മൾ ഓൾറെഡി ഇവിടുത്തെ പോളിക്യാബിന്റെ റിസൾട്ട് വന്ന സമയത്ത് സംസാരിച്ചാണ്. അവർക്ക് 46% റവന്യൂ ഗ്രോത്തും അതേപോലെ തന്നെ 36% പ്രോഫിറ്റ് ഗ്രോത്തും ആണ് ഉണ്ടായിരുന്നത് പോളിക്യാബിന്. ഇനി KEIയിലേക്ക് വന്നു കഴിഞ്ഞാൽ KEIയിൽ സെയിൽസ് ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ ഏകദേശം 19.5% ആണ്. അതേപോലെ പ്രോഫിറ്റ് ഗ്രോത്ത് എന്ന് പറയുന്നത് ഏകദേശം 43%, 42% പ്രോഫിറ്റ് ഗ്രോത്തും കമ്പനിക്ക് വന്നിട്ടുണ്ട്. അതേപോലെ നല്ല രീതിയിൽ മാർജിൻ എക്സ്പാൻഷനും കമ്പനിയിൽ നടക്കുന്നുണ്ട്. പോളിക്യാബ് ഈ സെക്ടറിലെ ലീഡിംഗ് പ്ലെയർ ആണ്. സോ അവരുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് പോളിക്യാബിന്റെ മാർജിൻസ് നല്ല രീതിയിൽ ഡിക്രീസ് ചെയ്ത സമയത്ത് KEIയുടെ മാർജിൻസ് ഇംപ്രൂവ് ചെയ്യുകയാണ് ചെയ്തേക്കുന്നത്. ഇയർ ഓൺ ഇയർ നോക്കിയാലും ക്വാർട്ടർ ഓൺ ക്വാർട്ടർ നോക്കിയാലും ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട്. സോ അതിനെപ്പറ്റിയൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. നമുക്ക് ജുവലറി സെക്ടർ ചെയ്തതുപോലെ തന്നെ ബാക്കിയുള്ള കമ്പനികളിലൂടെ റിസൾട്ട് വന്ന ശേഷം KEIന് അതേപോലെ പോളിക്യാബ്, RR കേബിൾ, ഹാവൽസ്, ഡൈനാമിക് അങ്ങനെ എല്ലാ കേബിൾ ആൻഡ് വയർ സെക്ടറിലുള്ള കമ്പനികളുടെ റിസൾട്ട് വന്നതിന് ശേഷം നമുക്ക് ഒന്നിച്ച് കമ്പയർ ചെയ്ത് വീഡിയോ ചെയ്യാം. ഇപ്പം നമുക്ക് KEIയുടെ ബിസിനസ് മാത്രം സംസാരിക്കാം. KEIയിൽ നോക്കിയാൽ അവർക്ക് മെയിൻ ആയിട്ടുള്ള ബിസിനസ് എന്ന് പറയുന്നത് കേബിൾ ആൻഡ് വയർ സെക്ടർ ഉണ്ട്. രണ്ടാമത് വരുന്നത് വെച്ചാൽ EPC ബിസിനസ് ഉണ്ട്, അതേപോലെ തന്നെ സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ബിസിനസ് ഉണ്ട്. നമുക്ക് മെയിൻ ആയിട്ട് നോക്കുന്നത് കേബിൾ ആൻഡ് വയർ സെക്ടർ ആണ്. ഈ ബിസിനസിനെ പറ്റി സംസാരിക്കുമ്പോൾ നമുക്ക് അതിന്റെ മാർജിനോട് പറഞ്ഞു പോകാം. മാർജിൻ നോക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കേബിൾ ആൻഡ് വയർ സെക്ടറിൽ ഇവർ ഇൻസ്റ്റിറ്റ്യൂഷൻസിനും സെല് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ ഡീലേഴ്സിനും സെല് ചെയ്യുന്നുണ്ട്. ഡീലേഴ്സ് എന്ന് പറഞ്ഞാൽ ഡീലേഴ്സ് ത്രൂ ഈ റീറ്റെയിലേഴ്സിനാണ് വരുന്നത്. അതേപോലെ തന്നെ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നോക്കി കഴിഞ്ഞാൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ വരുന്ന ഈ റിയൽ എസ്റ്റേറ്റ് കമ്പനികൾ അല്ലെങ്കിൽ അതുപോലത്തെ B2B ബിസിനസ് ആണ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ വരുന്നത്. അപ്പോൾ തന്നെ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്ക് വരുമ്പോഴത്തേനും അവിടെ മാർജിൻസ് കുറവാണ്. മാർജിൻസ് കുറയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇപ്പോൾ ഒരു 40% റവന്യൂ ഗ്രോത്ത് വന്നെന്ന് വിചാരിക്കുക. അവിടെ ഇപ്പം ഇൻസ്റ്റിറ്റ്യൂഷൻസിനാണ് അത് മുഴുവൻ സെല് ചെയ്തിരിക്കുന്നതെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് മാർജിൻ കുറവാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ പ്രോഫിറ്റിൽ ആ രീതിയിൽ ഗ്രോത്ത് വരില്ല. സെയിം ടൈമിൽ 40% സെയിൽസ് ഗ്രോത്ത് വന്നിരിക്കുന്നത് ഇവരുടെ റീറ്റെയിൽ ബിസിനസ്സിൽ നിന്നാണ്, അല്ലെങ്കിൽ ഡീലേഴ്സ് ത്രൂ ആണെങ്കിൽ അവിടെ മാർജിൻസ് കൂടുതലാവുന്നതുകൊണ്ട് തന്നെ നേരത്തെ മറ്റേ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് സെല് ചെയ്ത സമയത്ത് കിട്ടിയതിനെ കഴിഞ്ഞ് കൂടുതൽ പ്രോഫിറ്റ് ഗ്രോത്ത് ഇവിടെ വരും. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഈ മാർജിൻസ് ഗ്രോത്ത്, അതുകൊണ്ട് തന്നെ മാർജിൻ നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. മാർജിൻ കൂടുന്നതിനനുസരിച്ചിട്ട് പ്രോഫിറ്റിൽ ആ രീതിയിൽ ഗ്രോത്ത് വരും, അല്ലെങ്കിൽ EBITDA അതുപോലെ തന്നെ പ്രോഫിറ്റിൽ ആ ഗ്രോത്ത് വരും. അപ്പൊ നമ്മൾ പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂഷൻസും അതേപോലെ തന്നെ ഡീലേഴ്സ് ത്രൂ ഉണ്ട്. അപ്പൊ ഡീലേഴ്സിൽ നമുക്ക് മനസ്സിലായ റീറ്റെയിലേഴ്സിനാണ് സെല് ചെയ്യുന്നത്. ഇനി ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ വന്നു കഴിഞ്ഞാൽ രണ്ട് രീതിയിലുണ്ട്. ഒന്ന് ഡൊമസ്റ്റിക് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിന് സെല് ചെയ്യുന്നത്, എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇനി ഇത് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കിയാൽ ഡൊമസ്റ്റിക് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷനെ കഴിഞ്ഞ് കൂടുതൽ മാർജിൻ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ രണ്ട് കാര്യങ്ങൾ കമ്പയർ ചെയ്യുമ്പോഴത്തേന് എക്സ്പോർട്ടിലേക്ക് കൂടുതൽ ബിസിനസ് ചെയ്യുന്നതാണ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ പ്രോഫിറ്റബിൾ ആവാനായിട്ട് നല്ലത്. അപ്പൊ നമ്മൾ മാർജിൻസ് പറഞ്ഞ ഒന്ന് എക്സ്പോർട്ട് ചെയ്യണ മാർജിൻസ് കൂടും, അതേപോലെ തന്നെ കൂടുതലായിട്ട് റീറ്റെയിലേഴ്സിലേക്കാണ് വരുന്നതെങ്കിൽ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ അളവ് കുറയുവാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ മാർജിൻസ് ഇംപ്രൂവ് ആവും. അതുപോലെ തന്നെ കേബിൾ ആൻഡ് വയർ നോക്കിയാൽ വയറിന് മാർജിൻ കുറവാണ്, കേബിളിനാണ് മാർജിൻ കൂടുതൽ. സോ അപ്പോൾ ഇതിന് കൂടുതലായിട്ടുള്ള സെയിൽസ് കേബിളിലേക്ക് വരണം. അങ്ങനെയാണെങ്കിൽ കൂടുതൽ മാർജിൻ വരും. അപ്പോൾ ഇതാണ് മാർജിനെ പറ്റി നമ്മൾ ബേസിക് ആയിട്ട് മനസ്സിലാക്കി വെക്കേണ്ട കാര്യം. ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കമ്പനിയുടെ സെയിൽസിൽ ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് നോക്കിയാൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഡൊമസ്റ്റിക് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിനുള്ള സെയിൽസ് റവന്യൂവിൽ കോൺട്രിബ്യൂഷൻ കുറഞ്ഞിട്ടുണ്ട്. അതായത് ഡൊമസ്റ്റിക് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ സെയിൽസ് മൊത്തത്തിൽ അല്ലെങ്കിൽ റവന്യൂവിലുള്ള കോൺട്രിബ്യൂഷൻ കുറയാന്ന് പറഞ്ഞാൽ അവിടെ അധികം ഗ്രോത്ത് വന്നിട്ടില്ല. സെയിം ടൈമിൽ അവിടെ ഗ്രോത്ത് വന്നിരിക്കുന്നത് എവിടെയാണെന്ന് നോക്കിയാൽ ഡൊമസ്റ്റിക് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷനിൽ EHV എന്ന് പറയും, എക്സ്ട്രാ ഹൈ വോൾട്ടേജ് കേബിളുകൾ, അങ്ങനെയുള്ള കേബിളുകൾക്ക് മാർജിൻസ് കൂടുതലാണ്. സോ അതിൽ നല്ല രീതിയിലുള്ള ഇൻക്രീസ് വന്നിട്ടുണ്ട്. അവിടുത്തെ റവന്യൂ ഏകദേശം 3 times ആയിട്ടുണ്ട്. ഇപ്പൊ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ മൊത്തത്തിൽ സെയിൽസ് കുറഞ്ഞെങ്കിൽ പോലും ഈ പറഞ്ഞ എക്സ്ട്രാ ഹൈ വോൾട്ടേജ് കേബിൾസ് അല്ലെങ്കിൽ ഹൈ മാർജിൻ കേബിൾസിന്റെ കോൺട്രിബ്യൂഷൻ അല്ലെ അവരുടെ ഗ്രോത്ത് 3 times ആയിട്ടുണ്ട്. അത് മാർജിൻസിനെ ഇംപ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതേപോലെ തന്നെ ഈ പറഞ്ഞ പോലെ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ കോൺട്രിബ്യൂഷൻ നോക്കിയാൽ ടോട്ടൽ റവന്യൂവിന്റെ കോൺട്രിബ്യൂഷൻ നോക്കിയാൽ ഏകദേശം 44% ഉണ്ടായിരുന്നു. അത് ഡയറക്റ്റ് ആയിട്ട് ഇപ്പൊ ഏകദേശം 41% കുറഞ്ഞിട്ടുണ്ട്. അതിൽ നിന്ന് എന്താ മനസ്സിലാവുന്നത്? ഇൻസ്റ്റിറ്റ്യൂഷന്റെ കോൺട്രിബ്യൂഷൻ കുറയാന്ന് പറഞ്ഞാൽ ഇൻസ്റ്റിറ്റ്യൂഷൻ സെയിൽസിൽ നിന്ന് വരുന്ന മാർജിൻസ് കുറവാണ്. സോ മാർജിൻസ് കുറവുള്ള ബിസിനസ് താഴേക്ക് പോവുകയാണ് ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ അതിന്റെ മാർജിൻസ് കുറവുള്ളതിന്റെ കോൺട്രിബ്യൂഷൻ കുറഞ്ഞിരിക്കുന്നത് കമ്പനിയുടെ മൊത്തത്തിലുള്ള മാർജിനെ ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതുപോലെ എക്സ്പോർട്ട് നോക്കിയാൽ എക്സ്പോർട്ട് ഏകദേശം 100% കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മൊത്തത്തിൽ അവിടെയും മാർജിൻസ് കൂടുതലായിട്ട് കിട്ടുന്നുണ്ട് എക്സ്പോർട്ട് ത്രൂ ചെയ്യുന്ന ബിസിനസ്സിലും. ഓവറോൾ ഇൻസ്റ്റിറ്റ്യൂഷണൽ ബിസിനസ്സിൽ നിന്ന് വരുന്ന ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ ഏകദേശം 10% ഗ്രോത്ത് ആണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബിസിനസ്സിൽ നിന്ന് കമ്പനിക്ക് മൊത്തത്തിൽ വന്നത്. ഇനി നമ്മൾ ഡീലേഴ്സിലേക്ക് നോക്കിയാൽ ഡീലേഴ്സിൽ ഏകദേശം 29% ഗ്രോത്ത് ആണ് ഈ ക്വാർട്ടറിൽ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഡീലേഴ്സിന്റെ കോൺട്രിബ്യൂഷൻ ഏകദേശം 52-53% ഏകദേശം 54-55% കൂടിയിട്ടുണ്ട്. മാർജിൻ കൂടുതലുള്ള ബിസിനസ്സിന് കൂടുതൽ കോൺട്രിബ്യൂഷൻ വരുന്നുണ്ടെന്നാണ് അതിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ ഇവരുടെ ടോട്ടൽ ഡീലേഴ്സ് ഇപ്പോൾ ഏകദേശം 2114-15 ആ ഒരു റേഞ്ചിലാണ് ഇപ്പോൾ ഉള്ളത്. അതിൽ ഏകദേശം മാനേജ്മെന്റ് പറഞ്ഞ ഏകദേശം 100ഓളം ഡീലേഴ്സ് ആണ് വലിയ ഡീലേഴ്സ് ഉള്ളത്, ബാക്കിയുള്ളതെല്ലാം ചെറിയ ഡീലേഴ്സ് ആണ്.
അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് വയർ ആൻഡ് കേബിൾ സെക്ടറിൽ നടന്നിരിക്കുന്നത്. ഇനിയുള്ള ഇവരുടെ രണ്ടാമത്തെ ബിസിനസ് എന്ന് പറഞ്ഞാൽ EPC ബിസിനസ്സാണ്. EPC ബിസിനസ്സിൽ ഇവർക്ക് എക്സ്പോർട്ടിലും ഗ്രോത്ത് വന്നിട്ടുണ്ട്. ഏകദേശം 17 കോടിയോളം അവിടെ റവന്യൂ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അവരുടെ ഓവറോൾ സെയിൽസ് നോക്കിയാൽ ഏകദേശം 33% EPC സെക്ടറിൽ കൂടിയിട്ടുണ്ട്. അപ്പോൾ അവിടുന്ന് ഗ്രോത്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട് EPC സെക്ടറിൽ നിന്ന്. അതേപോലെ സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ബിസിനസ് ഉണ്ട്. സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ബിസിനസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഡീഗ്രോത്ത് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതിന്റെ റീസൺ വേറെ ഒന്നുമല്ല, അവർക്ക് അവിടെ കപ്പാസിറ്റി, ഇപ്പം ഈ കമ്പനിയിൽ മൊത്തത്തിലുള്ള ഒരു പ്രശ്നമായിരുന്നത് KAEക്ക് കപ്പാസിറ്റിയുടെ കുറച്ച് കൺസ്ട്രെയിൻസ് ഉണ്ടായിരുന്നു. ഇവരുടെ ഗ്രോത്ത് 20% മുകളിലേക്ക് പോകാതിരുന്നതിന് തന്നെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഇവർക്ക് കപ്പാസിറ്റി ഇല്ലായിരുന്നു, എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കപ്പാസിറ്റി ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ പ്രൊഡക്ഷൻ ഇവർ കൂടുതൽ ചെയ്തിരുന്നത് EHV, അതായത് എക്സ്ട്രാ ഹൈ വോൾട്ടേജ് കേബിളിന്റെ പ്രൊഡക്ഷന് വേണ്ടി യൂസ് ചെയ്തിരുന്ന കപ്പാസിറ്റി എന്നാണ് ഈ പറഞ്ഞ സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ പ്രൊഡക്ഷൻ കൂടുതൽ നടത്തിയിരുന്നത്. പക്ഷേ ഇപ്പം EHV കേബിൾസിൽ കൂടുതലായിട്ടുള്ള ഡിമാൻഡ് വന്നുകൊണ്ട് തന്നെ അവിടെ ഈ സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ പ്രൊഡക്ഷൻ നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ അവിടെ സെയിൽസ് നോക്കിയാൽ നമുക്ക് അവിടെ ഡീഗ്രോത്ത് ആണ് കാണാൻ പറ്റുന്നത്. പക്ഷേ ഇപ്പോൾ അവരുടെ പുതിയ പ്ലാന്റ് കമ്മീഷൻ ചെയ്തിട്ടുണ്ട്. സാനന്ദിലെ പ്ലാന്റിന്റെ phase 1 കംപ്ലീഷനായി. കഴിഞ്ഞ ക്വാർട്ടറിൽ നമ്മൾ സംസാരിച്ച സമയത്ത് പറഞ്ഞിരുന്നു, റിസൾട്ട് സംസാരിച്ച സമയത്ത് തന്നെ പറഞ്ഞാണ്. അതിപ്പോൾ ഓൾറെഡി അവിടെ ട്രയൽ റണ്ണും കാര്യങ്ങളൊക്കെ നടന്നു. അപ്പോൾ അതിന് ഈ ക്വാർട്ടറിൽ Q4 അതിൽ നിന്നുള്ള റിസൾട്ട് വരാനായിട്ട് തുടങ്ങും. അവിടെ വന്നിട്ട് ഈ SS കേബിളിന്റെ കോൺട്രിബ്യൂഷൻ കൂടുന്നുള്ള കാര്യമാണ് മാനേജ്മെന്റ് പറഞ്ഞിരിക്കുന്നത്. നല്ല രീതിയിൽ അതിൽ കപ്പാസിറ്റി അഡീഷൻ ചെയ്തിട്ടുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. ഏകദേശം 2000 കോടി രൂപകളാണ് ഇതിനുവേണ്ടി അവർ സ്പെൻഡ് ചെയ്തിരിക്കുന്നത് പുതിയ കപ്പാസിറ്റിക്ക് വേണ്ടിയിട്ട്. അതിൽ phase 1 ആണ് ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. അതിനുവേണ്ടി ഏകദേശം 1300 കോടിയോളം ഇപ്പോൾ ഓൾറെഡി കമ്പനി സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞു ആ കപ്പാസിറ്റിയിൽ. ഈ പുതിയ കപ്പാസിറ്റി വരുന്നതുകൊണ്ട് തന്നെ മാനേജ്മെന്റ് പറയുന്നത് അടുത്ത ക്വാർട്ടറിൽ Q4 കമ്പനി ഏകദേശം 25% മുകളിൽ ഗ്രോ ചെയ്യുമെന്നുള്ള കാര്യമാണ്. അപ്പോൾ ഇത്രയും കാലം ഈ കമ്പനിയിൽ ഉണ്ടായിരുന്ന ആ സെയിൽസ് ഗ്രോത്ത് 20% മുകളിലേക്ക് പോയിരുന്ന ഒരു ഇഷ്യൂ മാറുമെന്നാണ് നമുക്ക് വിചാരിക്കുന്നത്. കാരണം 25% മുകളിലേക്കാണ് Q4 ഗൈഡ് ചെയ്യുന്നത്. പക്ഷേ ലോങ് റണ്ണിലേക്ക് നോക്കിയാൽ കമ്പനിയുടെ മാനേജ്മെന്റിന്റെ ഗൈഡൻസ് എപ്പോഴും പറയുന്ന ഒരു 3-4 ഇയേഴ്സിലേക്ക് അവർ ഗൈഡ് ചെയ്യുന്നത് 20% മുകളിൽ ഗ്രോ ചെയ്യുന്നുള്ള കാര്യമാണ്. സോ Q4 റിസൾട്ട് സമയത്ത് നമുക്കറിയാം മാനേജ്മെന്റ് അതിനകത്ത് എന്തെങ്കിലും ചേഞ്ച് വരുത്തുന്നുണ്ടോ എന്നുള്ള കാര്യം. കാരണം ഓൾറെഡി ഈ മാർക്കറ്റിൽ അല്ലെങ്കിൽ ഈ ഒരു സെക്ടറിൽ നല്ല രീതിയിൽ ഡിമാൻഡ് ഉണ്ട്. പക്ഷേ ഈ കമ്പനി നോക്കിയാൽ കൺസിസ്റ്റന്റ് ആയിട്ട് ഈ ഒരു പെർഫോമൻസ് ആണ്. 15 to 20 അറൌണ്ട് 20% എന്ന് പറയാം. 20% മുകളിൽ താഴെയായിട്ടാണ് സ്ഥിരമായിട്ട് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പൊ ഇവിടെ ഈ സെയിം സെക്ടറിലുള്ള പോളിക്യാബിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. ഈ ഒരു ക്വാർട്ടറിൽ അവർ ശരിക്കും 46% ഗ്രോ ചെയ്തു. അവർ നല്ല രീതിയിൽ മാർക്കറ്റ് ഷെയർ ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. സെയിം ടൈമിൽ ഈ കമ്പനി ഈ ഒരു ഗ്രോത്ത് റേറ്റ് മാത്രമാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. പോളിക്യാബ് എന്ന് പറഞ്ഞാൽ ഇവരുടെ ഏകദേശം ഡബിൾ സൈസ് ഉള്ള ഒരു കമ്പനിയാണ്. അപ്പൊ ആ കമ്പനി അത്രയും വലിയ ഗ്രോത്ത് വരുന്നുണ്ട്. 40% മുകളിൽ ഈ ഒരു ക്വാർട്ടറിൽ ഗ്രോ ചെയ്തു. നോർമലി എപ്പോൾ നോക്കിയാൽ തന്നെയാണല്ലോ ഏതൊരു ക്വാർട്ടർ ആണെങ്കിലും പോളിക്യാബ് എപ്പോഴും ഇവരുടെ മുകളിലാണ്. പോളിക്യാബ് ഒരു 20-25% ഗ്രോ ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞ KA ഒരു അറൌണ്ട് 18-19-20 ആ ഒരു രീതിയിലാണ് ഗ്രോ ചെയ്തുകൊണ്ടിരുന്നത്. പോളിക്യാബിന് മുകളിൽ പെർഫോം ചെയ്യാത്തടത്തോളം കാലം പോളിക്യാബിനെ കഴിഞ്ഞ് കൂടുതൽ റിട്ടേൺ മേക്ക് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷെ എന്തായാലും പോളിക്യാബാണ് ഈ ഒരു സെക്ടറിൽ ഇപ്പോൾ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ KA ആ രീതിയിൽ തന്നെ അവരുടെ ഈ പുതിയ പ്ലാന്റ് കമ്മീഷൻ ചെയ്തതിന് ശേഷം അവരെങ്ങനെ ബിസിനസ് ചെയ്യുന്നുള്ള കാര്യമാണ് മെയിനായിട്ട് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ പുതിയ പ്ലാന്റിൽ ഏകദേശം 2000 കോടിയാണ് സ്പെൻഡ് ചെയ്തെന്ന് പറയുന്നത്. അവിടെ അസൽ ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 3 times വരും. അതായത് ഏകദേശം ഒരു 6000 കോടിയുടെ പൊട്ടൻഷ്യൽ ഈ പറഞ്ഞ പുതിയ സാന്നിധ്യത്തിലെ പ്ലാനിലുണ്ട്. റവന്യൂ ഏകദേശം 6000 കോടിയോളം അവിടെ നിന്ന് ജനറേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ അത് കംപ്ലീറ്റ് ആയിട്ട് യൂട്ടിലൈസേഷൻ വരണമെങ്കിൽ ഒരു FY29 എങ്കിലും ആവും എന്നുള്ള കാര്യമാണ് മാനേജ്മെന്റ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവർ അടുത്ത വർഷം കൂടുതൽ കപ്പാസിറ്റി ആഡ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നുണ്ട്. പുതിയതായിട്ട് കുറച്ച് ലാൻഡ് ഒക്കെ അക്വയർ ചെയ്തിട്ടുള്ള കാര്യം മാനേജ്മെന്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ക്വാർട്ടറിലോ അല്ലെങ്കിൽ അതിന് ശേഷം മാനേജ്മെന്റ് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകാനായിട്ട് പറ്റുള്ളൂ. ആ എക്സ്പാൻഷനൊക്കെ പ്രോപ്പറായിട്ട് നടക്കേണ്ടതായിട്ടുണ്ട്. വരുന്ന ഡിമാൻഡ് അല്ലെങ്കിൽ ഈ ഒരു സെക്ടറിലുള്ള ഡിമാൻഡ് കമ്പനി കേറ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ പുതിയ കപ്പാസിറ്റി അഡീഷൻ ഒക്കെ വന്നില്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ കമ്പനിക്ക് അത്രയും മാർക്കറ്റ് ഷെയർ ക്യാപ്ചർ ചെയ്യാനായിട്ട് പറ്റില്ല. വേറെ ഇപ്പോൾ പറയുകയാണെങ്കിൽ 20% എക്സ്പോർട്ട് കോൺട്രിബ്യൂഷൻ കമ്പനി അടുത്തൊരു 2 വർഷം കൊണ്ട് തന്നെ റവന്യൂവിൽ കൊണ്ടുവരും എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ പോളിക്യാബിന്റെ റിസൾട്ട് സംസാരിച്ച സമയത്ത് പറഞ്ഞാണ് ഈ പറഞ്ഞ റോ മെറ്റീരിയലിന്റെ പ്രൈസ് ഇൻക്രീസ് ആയതിനെ പറ്റിയിട്ട്. പക്ഷേ ഈ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അവർ ഇത് പാസ് ഓൺ ചെയ്തിട്ടുണ്ട്. അതായത് ഇവർക്ക് വന്നിരിക്കുന്ന റോ മെറ്റീരിയൽ ഇൻക്രീസ് വന്നിരിക്കുന്ന കാര്യങ്ങൾ അവർ പാസ് ഓൺ ചെയ്തിട്ടുണ്ട് കസ്റ്റമേഴ്സിലേക്ക്. കമ്പനി നോർമലി 15 ദിവസം കൂടുമ്പോഴത്തേന് അവരുടെ പ്രൈസിൽ റിവിഷൻ വരുത്താറുണ്ട്. അതായത് റോ മെറ്റീരിയൽസിന്റെ പ്രൈസ് കൂടുകയാണെന്നുണ്ടെങ്കിൽ ഇവർ പ്രൈസ് കൂട്ടുക, അല്ലെങ്കിൽ കുറയുകയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ പ്രൊഡക്റ്റിന്റെ പ്രൈസ് കുറയ്ക്കുക. അത് 15 ദിവസം കൂടുമ്പോഴാണ് ചെയ്യുന്നത്. അപ്പോൾ അവർ ഈ പറഞ്ഞ പോലെ തന്നെ റോ മെറ്റീരിയൽ ഇൻക്രീസ് ചെയ്തേക്കുന്ന കസ്റ്റമേഴ്സിലേക്ക് അത് പാസ് ഓൺ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് കമ്പനിയുടെ മാർജിൻസ് കമ്പനി കൃത്യമായിട്ട് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് പറ്റിയ. അതുപോലെ തന്നെ ഇത് ഇൻക്രീസ് ചെയ്യാനായിട്ട് പറ്റിയ റീസൺ നമ്മൾ ഓൾറെഡി പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ വരുന്ന ക്വാർട്ടറുകളിലെല്ലാം ഈ പറഞ്ഞ പോലെ മാർജിൻസ് ഇംപ്രൂവ് ആവുന്നുള്ള കാര്യം തന്നെയാണ് മാനേജ്മെന്റ് ഗൈഡ് ചെയ്തിരിക്കുന്നത്. കേബിൾ ആൻഡ് വയറിന്റെ പ്രൈസ് ഏകദേശം 15% ഇംപ്രൂവ് ആയിട്ടുണ്ട്. അതേപോലെ കേബിളിൻ്റെത് ഏകദേശം 10% ഇൻക്രീസ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞത് കഴിഞ്ഞ ഒരു 2 മാസത്തിനുള്ളിൽ തന്നെ. അത് ഈ പറഞ്ഞ റോ മെറ്റീരിയൽസിന്റെ പ്രൈസ് ഇൻക്രീസ് ആയതുകൊണ്ട് തന്നെയാണ്. പിന്നീട് പറയാനായിട്ടുള്ളതെന്ന് വെച്ചാൽ അവരുടെ ഓർഡർ ബുക്ക് ഏകദേശം 3928 കോടിയോളം ഉണ്ട് ഓർഡർ ബുക്ക് എന്ന് പറയുന്നത്. അത് അവർക്ക് കംപ്ലീഷന് വേണ്ടി എടുക്കുന്നത് ഏകദേശം 3-4 മാസമാണ്. ചില ഓർഡറുകൾ മാത്രം 5 മാസം വരെ എടുത്തേക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അടുത്ത ക്വാർട്ടറിൽ തന്നെ കംപ്ലീഷൻ നടക്കാനുള്ളതാണ് ഇതിനകത്തെ മജോറിറ്റി എന്ന് പറയുന്നത്.
ഏകദേശം 3928 കോടിയാണ് അവരുടെ ഇപ്പോൾ ഉള്ള ഓർഡർ ബുക്കിന്റെ സൈസ് എന്ന് പറയുന്നത്. ഓവറോൾ നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം റിസൾട്ട് നല്ല റിസൾട്ട് തന്നെയാണ്. പക്ഷേ പോളിക്യാബ് എന്ന് പറയുന്ന ഒരു കമ്പനി ഇവരുടെ മുകളിൽ ഇങ്ങനെ പെർഫോം ചെയ്യുന്നതുകൊണ്ട് തന്നെ പോളിക്യാബിന്റെ സൈസ് വെച്ച് നോക്കിയാൽ ഈ കമ്പനിയെ കഴിഞ്ഞും ഡബിൾ സൈസ് ഉള്ള കമ്പനിയാണ്. പക്ഷേ പോളിക്യാബ് ഗ്രോ ചെയ്യുന്നത് ഇവരെ കഴിഞ്ഞ് മുകളിലാണ് എപ്പോഴും ഗ്രോ ചെയ്യുന്നത്. അപ്പോൾ ഒറ്റ നോട്ടത്തിൽ പോളിക്യാബ് തന്നെയാണ് ഇപ്പൊ പോളിക്യാബിന് ഈ ഒരു ക്വാർട്ടറിൽ ഓപ്പറേറ്റിംഗ് ലിവറേജ് കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ മാർജിൻസിൽ ഇമ്പാക്ട് വന്നിട്ടുണ്ട്. അതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ അവർ സ്ട്രാറ്റജിക്കലായിട്ട് അവർ എടുക്കുന്ന ഒരു പൊസിഷൻ കൊണ്ടാണ്. അതായത് ഈ പറഞ്ഞ റോ മെറ്റീരിയലിന്റെ ഇൻക്രീസ് ചെയ്ത പ്രൈസ് അവർ കസ്റ്റമേഴ്സിലേക്ക് പാസ് ഓൺ ചെയ്തിട്ടില്ല. അവരത് ചെറിയ രീതിയിൽ പയ്യാണ് അത് ഇൻക്രീസ് ചെയ്തത്. അതുകൊണ്ടാണ് അവർക്ക് മാർക്കറ്റ് ഷെയർ അതുപോലെ ക്യാപ്ചർ ചെയ്യാൻ പറ്റിയത്. അവരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനത്തെ ഒരു ക്രൈസിസ് വരുന്ന ഒരു സിറ്റുവേഷനിൽ മാർക്കറ്റ് ഷെയർ കൂടുതലായിട്ട് ക്യാപ്ചർ ചെയ്യാന്നുള്ളതായിരുന്നു അവരുടെ ഉദ്ദേശം. സോ അതവർ കൃത്യമായിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്. ഇനി അതിൽ മാർജിൻസ് അവർക്ക് നോർമലി മാർജിൻസ് എപ്പോഴും ഇമ്പ്രൂവ് ആവുന്നതാണ്. 20-25% ഗ്രോ ചെയ്യുന്ന സമയത്ത് 40-50% അവർക്ക് പ്രോഫിറ്റ് ഗ്രോത്ത് വരുന്നതാണ്. ഈ ഒരു സമയത്ത് അവർ മാർക്കറ്റ് ഷെയർ കൂടുതലായിട്ട് ക്യാപ്ചർ ചെയ്തതിന് ശേഷം വരുന്ന ക്വാർട്ടറുകളിൽ പയ്യെ അവരുടെ മാർജിൻസ് ഇമ്പ്രൂവ് ആകുമ്പോൾ ഈ പറഞ്ഞ പോലെ മാർക്കറ്റ് ഷെയറും കിട്ടും. അതിനനുസരിച്ചിട്ട് ഇവർക്ക് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റും വരുന്ന ക്വാർട്ടറുകളിൽ കിട്ടാൻ തുടങ്ങും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പോളിക്യാബ് ഈ ഒരു പ്ലേസിലെ ലീഡിംഗ് പ്ലെയർ ആയിട്ട് തന്നെ നിലനിൽക്കുന്നത്. നമുക്ക് എന്തായാലും ബാക്കിയുള്ള കമ്പനികളുടെ റിസൾട്ട് വന്ന ശേഷം മൊത്തത്തിൽ ഈ ഒരു സെക്ടറിനെ പറ്റി നമുക്ക് അനലൈസ് ചെയ്യാം. എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.